നമസ്കാരം. പാതാളത്തിൽ നിന്ന് വന്ന് ദേവലോകം പിടിച്ചെടുത്ത ശുംഭനിശുംഭന്മാരെ പറ്റി ദേവീ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഈ രണ്ടിനെയും ഭയന്ന് ദേവന്മാരെല്ലാം ഒളിച്ചോടുന്നതായിരുന്നു രീതി. പറഞ്ഞിട്ടെന്താ കാര്യം, നവരാത്രിയുടെ 7-ാം നാളിൽ കാളരാത്രിയിൽ ശുംഭനിശുംഭന്മാരുടെ കഥ കഴിച്ചു ദുർഗാദേവി. ഇവിടെ ഇതാ 10-ാമതയം കഴിഞ്ഞ് 10 നാൾ കഴിഞ്ഞപ്പോഴേക്കും സമുദായ പ്രമാണിമാരായ 2 ശുംഭനിശുംഭന്മാരുടെ കഥ കഴിച്ചിരിക്കുന്നു ജനങ്ങൾ. ഒന്ന് കണിച്ചുകുളങ്ങരയിലെ ഗുഹയിൽ ഒളിച്ചു, മറ്റൊന്ന് തേവാരപ്പുരയിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല. നടേശൻ പറഞ്ഞ് വെല്ലുവിളിച്ചത് ഒരു 100 സീറ്റ് UDF പിടിച്ചാൽ കാക്ക മലർന്നു പറക്കും എന്നാണ്. 2 കുറച്ച് 98 പുള്ളി ഒരു സൗജന്യവും ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മലർന്നു പറഞ്ഞാലേ. അഥവാ 100 കിട്ടിയാൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ കിട്ടിയില്ല എങ്കിൽ ഈ സുധീർ MLA VD സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പുമുണ്ടോ മിസ്റ്റർ? ഇനിയെങ്കിലും മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുമോ? കരിമ്പൂച്ചകളുടെ കാവലിൽ നാടാകെ നടന്ന് കണ്ണിൽ കണ്ടവരെയും സതീശനെയും ഒക്കെ തെറി വിളിക്കുന്ന നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഹൃദയഭാഷ വല്ലതും അറിയാമോ? സ്വന്തം സമുദായക്കാരുടെ വിചാരങ്ങൾ അറിയാമോ? മണ്ണിനോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കാത്ത ഇതുപോലെയുള്ള മനുഷ്യരൂപികൾ ഏത് സമുദായത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും അന്തകന്മാരാണ്. ഓന്തിനെ പോലെ തരാതരത്തിന് നിറം മാറി നെറ്റിയിലൊരു വട്ടപ്പൊട്ടും കാച്ചി അതിരാവിലെ കോലായിൽ ഞെളിഞ്ഞിരിക്കും. പാവങ്ങളെ ഉദ്ധരിക്കാനിറങ്ങിയ ഒരു മഹാനാണെന്ന് ഓർക്കണം. വെള്ളാപ്പള്ളിയെ സരസ്വതി നാവുകാരനായി പ്രഖ്യാപിച്ച് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൊണ്ടു നടന്ന പുള്ളിയാണ് പിണറായി വിജയൻ. ഞാൻ ഇനിയും കാറി കയറ്റുമെന്നാണ് പറഞ്ഞത്. കയറ്റണം. കഴിയുമെങ്കിൽ ഒരു കയറ്റുകാട്ടലിൽ 2ഉം കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. അതുകൊണ്ട് നാടിന് നന്മയല്ലാതെ മറ്റൊന്നും വരില്ല. 100-ൽ നിന്നും 2 കുറച്ച് 98 സീറ്റാക്കിയാണ് വെള്ളാപ്പള്ളി സതീശനെ വെല്ലുവിളിച്ചത്. ആ സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, ഇന്നാ പിടിച്ചോ 102 എന്ന് പറഞ്ഞ് എണ്ണി അങ്ങോട്ടങ്ങ് കൊടുത്തു. നിങ്ങൾ ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കുകയൊന്നും വേണ്ട, അത് കോടതിയുടെ തീർപ്പിന് വിട്ടിരിക്കുകയാണല്ലോ. നടേശൻ ഈഴവരെയും സുകുമാരൻ നായർ നായന്മാരെയും പിണറായി വിജയൻ കമ്മികളെയും ആജീവനാന്തം ഭരിക്കുന്നത് തന്നെയാണ് കേരളത്തിന് നല്ലത്. കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വയം ശുദ്ധമാകാൻ കേരളത്തിന് പ്രചോദനമാണത്. നിങ്ങളുടെ കാലശേഷമെങ്കിലും പിണറായി വരുന്നതാണ് എനിക്കിഷ്ടമെന്നും ഫലമറിയുന്നതിന് തലേന്നും പറഞ്ഞ പുള്ളിയാണ് ഇദ്ദേഹം. നടേശൻ്റെ വാക്ക് കേട്ട് കണിച്ചുകുളങ്ങരയിൽ കാക്കകൾ മലർന്നു പറക്കുമെന്നാണ് പുള്ളി ധരിച്ചത്. നിങ്ങൾ പറയുമ്പോൾ മലർന്നു പറക്കാൻ അവറ്റകൾ നിങ്ങളുടെ ഉരുള കൊണ്ട് ജീവിക്കുന്നവരല്ല. ഒരു കാക്കയുടെ കൗശലമെങ്കിലും വേണ്ടേ നടേശൻ സാറേ? കാക്കയുടെ കൂർമ്മബുദ്ധി പ്രസിദ്ധമാണ്. ആളെ തിരഞ്ഞു പിടിച്ച് ഞോണ്ടാൻ അവർക്കറിയാം. താങ്കളെപ്പോലെ മലർന്നു കിടന്ന് കാഷ്ടിക്കുന്ന ജീവിയല്ല കാക്കകൾ. അവറ്റകൾ സ്വന്തം കൂട് വൃത്തികേടാക്കില്ല. നിങ്ങൾക്കിനി പുല്ലുവിലയല്ലേ UDFകാർ തരൂ. നിങ്ങളുടെ പരിഹാസത്തിനും വെല്ലുവിളിക്കും വെടലത്തേങ്ങയുടെ വിലയെ ഇനി ആരും കൽപ്പിക്കാറുള്ളൂ. താങ്കൾ ഇന്നോളം പ്രവചിച്ചത് എന്തെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ചരിത്രമുണ്ടോ? കാക്കവായിൽ എന്തും ദഹിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നടേശൻ്റെ വിടുവായിലും എന്തും ദഹിക്കും. പറയുന്നതെല്ലാം പിന്നെ അങ്ങ് മറക്കുകയും ചെയ്യും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ മീശ എടുക്കുമെന്ന് പറഞ്ഞു. അവിടെയും നാണം കെട്ടു. പക്ഷേ മീശ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചവരോട് കത്തിയുമായി വരാനാണ് പറഞ്ഞത്. ഈ വെള്ളാപ്പള്ളിയുടെ വിവരദോഷം കേട്ടിട്ടാണ് പിണറായി വിജയൻ വരെ വെറുതെ വിശ്വസിച്ച് പോയത്. നാടാകെ സ്ഥാപിച്ച സ്വന്തം തലയേക്കാൾ വിശ്വാസമായിരുന്നു പുള്ളിക്ക് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വിജയിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ എന്ന് മരമുറിക്കാരൻ്റെ ചാനലിലെ മിനുസ ശിരസ്കനോട് ചോദിക്കുന്നത് കേട്ടു പിണറായി വിജയൻ. എന്നിട്ട് എന്തൊരു ചിരിയായിരുന്നു 2 പേരും കൂടി. അത് കേട്ട് തെറ്റിദ്ധരിച്ച മഹാശിരസ്കനും മരമുറിക്കാരനും ചാനലുകളിൽ പോയിരുന്നു പറഞ്ഞത് ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരില്ലെന്നാണ്. ഇതൊക്കെ കേട്ടിട്ടാണ് മുഖ്യനും സകല മന്ത്രിമാരും കൂടി ഇളകിത്തുള്ളി നടന്നത്. ഇപ്പോൾ ചോദിച്ചാൽ നടേശൻ പറയും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. സതീശൻ 100-ൽ കൂടുതലെന്ന് പറഞ്ഞു, 102 കിട്ടി. 1 ഡസൻ മന്ത്രിമാരുടെ തോൽവി പ്രവചിച്ചു. എന്നിട്ട് പറഞ്ഞു 1 അങ്ങോട്ടോ 1 ഇങ്ങോട്ടോ. 12-ന് പകരം 13 തോൽവി. ജനഹിതമറിയാവുന്നത് വെള്ളാപ്പള്ളിക്കാണോ പിണറായിക്കാണോ സുകുമാരൻ നായർക്കാണോ സതീശനാണോ? VVIP സുരക്ഷയിൽ കഴിയുന്നവർക്ക് പറ്റുന്ന വലിയ പിഴവാണിത്. പെരുന്നയിൽ പടിപ്പുര കൊട്ടിയടച്ച് അകത്തിരിക്കുന്നവർക്കും ഇങ്ങനെ സംഭവിക്കും.
മനുഷ്യൻ്റെ വിയർപ്പും ഗന്ധങ്ങളും കണ്ണീരുമൊക്കെ നേതാക്കന്മാരും നേരിട്ട് കണ്ടനുഭവിക്കണം. ആളുകൾക്കൊപ്പം ഒരു ബെഞ്ചിലിരുന്ന് നിരങ്ങണം. കഴിയുമെങ്കിൽ ഒന്നിച്ചിരുന്ന് വല്ലതുമൊക്കെ പറയണം. ഒപ്പം നടക്കുന്നവരോട് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കണം. വെല്ലുവിളിക്കുന്നതിനോടും എന്തു കാരണം കൊണ്ടാണെന്ന് ചോദിക്കണം. കരിമ്പൂച്ചകളും ഉപജാപകരും മനുഷ്യ സ്പർശത്തിൽ നിന്നും നേതാക്കളെ അകറ്റി നിർത്തും. അവരുടെ വയറ്റിപ്പിഴപ്പാണത്. നേതാവിനോട് ചോദ്യം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കടാ നാറി എന്ന് ചോദിക്കരുത്. പോകുന്നതിന് മുമ്പ് പിണറായി എസ് എൻ ട്രസ്റ്റിൻ്റെ കോളേജുകൾ നടന്ന അധ്യാപക നിയമനങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നവർ അവർക്ക് ശമ്പളം കൊടുക്കും. പക്ഷേ നിയമിച്ചതാരാ? അതാണ് സ്നേഹം. ഈ സമുദായ നേതാക്കളുമായി അടുപ്പം സ്ഥാപിച്ചവർക്കെല്ലാം അധോഗതിയായിരുന്നു ഫലം. വാസവനാണെങ്കിൽ പെരുന്നേലെ മണിച്ചേട്ടനെ വിളിച്ച് കുശലം പറയാത്ത ദിവസങ്ങളില്ല. സുകുമാരൻ നായരുടെ അമിത സ്നേഹം കാരണം ഏറ്റുമാനൂരിൽ അമ്പലവാസവനും ചരിഞ്ഞു. 7.5 പൊന്നാനകൾ ഇപ്പോൾ ചിരിയോടെ ചിരിയാണ്. ആശുപത്രി കെട്ടിടം കോട്ടയത്ത് ഇടിഞ്ഞു വീണപ്പോൾ വാസവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? എന്താ മന്ത്രി പോയി താങ്ങി നിർത്തണോ? ഏതെല്ലാം വകുപ്പുകളിലായിരുന്നു വാസവൻ വിളയാടിയത്? ദേവസ്വം, സഹകരണം, തുറമുഖം. ഇതിൽ സഹകരണം എന്നാൽ സമുദായ നേതാക്കളുമായുള്ള സഹകരണം കൂടിയുണ്ട്. പിണറായി വിജയനെ കൊണ്ട് സ്വന്തം കാര്യങ്ങളെല്ലാം സാധിച്ചു വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. ഇനി എങ്ങനെ വെള്ളാപ്പള്ളി ഉറങ്ങും? പിണറായി പോയാൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഇനി വരില്ല എന്നായിരുന്നു കരച്ചിൽ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ എത്രയോ പേർ കേരളം ഭരിച്ചു. ഒരാളും മുഖ്യൻ്റെ ജാതിയെ ചിന്തിച്ച് രോമാഞ്ചം കൊണ്ടിട്ടില്ല. ആരെങ്കിലും രഹസ്യമായി കൊള്ളുന്നുണ്ടാകും. ഇനി ഒരു നായർ മുഖ്യമന്ത്രിയായാൽ ആനന്ദിക്കാനുള്ള വഴികളെല്ലാം സുകുമാരൻ നായർ കൊട്ടിയടയ്ക്കുകയും ചെയ്തു. താക്കോൽ സ്ഥാനം ചോദിച്ചു വാങ്ങേണ്ട കാരണവരാണ്. അന്ന് പക്ഷേ ഉമ്മൻചാണ്ടിയെ വിരട്ടിയതുപോലെ ഇനിയും വിരട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 7 അയലത്ത് അവരടുപ്പിക്കില്ല. ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ തോൽപ്പിക്കണമെന്ന് രഹസ്യ സർക്കുലർ അയച്ചുവെന്നൊക്കെ കേട്ടു. അതോടെ തോൽക്കേണ്ട ബാലഗോപാലും ജയിച്ചു. കവടിപ്പലകയില്ലാതെ രാശി നോക്കാതെ ജ്യോതിഷഭൂഷണം നടേശനാശാൻ മൈക്കിലൂടെ പറഞ്ഞ ഒരു കാര്യവും ഇന്നോളം ശരിയായിട്ടില്ല. എങ്കിലും അദ്ദേഹം ആ പണി ഇപ്പോഴും തുടരുകയാണ്. ഈ വെള്ളാപ്പള്ളിയെപ്പറ്റിയും സുകുമാരൻ നായരെപ്പറ്റിയും നല്ലത് പറയുന്ന ഏതെങ്കിലും ഒരു സമുദായാംഗത്തെ നിങ്ങൾ എവിടെയെങ്കിലും കവലയിലോ കാപ്പിക്കടയിലോ വാഹനങ്ങളിലോ നവമാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടോ? ആറാട്ടണ്ണനും ചെകുത്താനും നാഗസൈരന്ധ്രിക്കും വരെ നാടാകെ ആരാധകരുണ്ട്. ഈ 2 എണ്ണത്തിനെ ഒപ്പം നിർത്തി ഭരണം പിടിക്കാൻ തട്ടുടുത്തിറങ്ങിയ വിജയ, ശൈലജയെ, ഗോവിന്ദ, സഖാക്കളെ, നിങ്ങൾ എന്തൊരു പരാജയമാണ്.